attention to me. ഇതൊരു പ്രശ്നമുണ്ടല്ലേ, എന്തൊരു വാക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കാര്യം മനസ്സിലായല്ലോ. ഇന്നൊരു കുട്ടി സ്റ്റോറി ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വളരെ ചെറുതിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ഫൺ ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിൽ ഞാൻ ഒരുപാട് കുഞ്ഞു കുറുമ്പുകൾ കാണിച്ചിട്ടുണ്ട്. അതേമാതിരി എന്നോടും കുറേ ആൾക്കാർ ചെറിയ ചെറിയ കുറുമ്പുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി ഇതൊരു കുട്ടി ചിറ്റ് ചാറ്റ് വീഡിയോ ആണ്. സോ ഇത് നടക്കുന്നത് വളരെ 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 ചെറുതിലാണ് കേട്ടോ. വളരെ വളരെ ചെറുതെന്ന് പറയുമ്പോൾ ഞാൻ UKG പഠിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നടക്കുന്നത്. സോ വളരെ ചെറുതാണ്. ആ സമയത്ത് അച്ഛൻ ഗൾഫിലാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഗൾഫിലുള്ള പാരൻസ് അല്ലെങ്കിൽ അച്ഛൻ ഗൾഫിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും അല്ലെങ്കിൽ ലീവിൽ വരുന്ന സമയത്ത് ഗൾഫിൽ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. കാഷ്യൂ നട്ട്, ബദാം, കിസ്മിസ്, നമ്മുടെ ഉണക്കമുന്തിരി, പിന്നെ പാട്ടില്ലേ ഉണക്കമുന്തിരി പറിക്ക അതുപോലെ. അപ്പോൾ ഉണക്കമുന്തിരി, പിന്നെ അച്ഛൻ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് സോപ്പ്, പെർഫ്യൂം. അച്ഛൻ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന സോപ്പ് ഇംപീരിയൽ ലെതർ സോപ്പാണ് എപ്പോഴും കൊണ്ടുവരുന്നത്. ഇടയ്ക്ക് കൊണ്ടുവരും. ചില സമയത്ത് കുറച്ച് 2-3 പ്രാവശ്യം ഡോ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഡോവിനെക്കാട്ടിലും അച്ഛൻ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് ചെറുതോട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ഇംപീരിയർ ലെതറാണ്. എനിക്ക് എൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അറിയാം, ഈ ഗൾഫിലുള്ളവരുടെ കണ്ടവർക്ക് അറിയണ്ടാവും, സോപ്പിൽ ഒരു ഇംപീരിയൽ ലെതർ പറഞ്ഞിട്ട് നടുവിലൊരു ലേബൽ ഉണ്ടാവും. എനിക്ക് ആ സോപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുവരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കാഷ്യൂ നട്ട്, പിസ്ത, ബദാം, മുന്തിരി, അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ UKG പഠിക്കുകയാണ്. അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് സ്നാക്ക് ബോക്സ്, നമുക്ക് ലഞ്ച് രാവിലെ പോയാൽ വൈകുന്നേരം അല്ലേ സ്കൂളിൽ വിട്ട് വരുള്ളൂ. അപ്പം ലഞ്ച്, സ്നാക്സ് എല്ലാം പാക്ക് ചെയ്ത് തരും. 11:30 ആണ് ബ്രേക്ക് സമയം എന്ന് തോന്നുന്നു. അതോ ലഞ്ച് സമയത്താണോന്നും എനിക്കറിയില്ല. അതൊന്നും എനിക്ക് അത്ര ക്ലിയർ അല്ല. ചെറിയൊരു വേഗ് ഓർമ്മയുണ്ട്. ബാക്കി അമ്മ പറഞ്ഞു തന്ന ഓർമ്മയിൽ, അമ്മയും മേമയും പറഞ്ഞു തന്ന ഓർമ്മയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. സോ എന്ത് സംഭവിച്ചു വെച്ചാൽ എനിക്ക് അമ്മ ഡെയിലി അച്ഛൻ ഇതേപോലെ ലീവിൽ കൊണ്ടുവരുന്ന സമയത്ത് ബദാമും കാഷ്യൂവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാഷ്യൂ നട്ട്, ബദാം ഭയങ്കര ഇഷ്ടമാണ്. സോ എൻ്റെ ഇഷ്ടം കാരണം അത് സ്നാക്സായിട്ട് നമുക്ക് ഈ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുന്ന സമയത്ത് അമ്മ കാഷ്യൂ നട്ടും ബദാമും ഒക്കെ മാറി മാറി എനിക്ക് സ്നാക്ക് ബോക്സിൽ ഇട്ട് തന്നു തുടങ്ങിയിട്ടുണ്ട്. UKG പഠിക്കുന്ന സമയത്ത് അമ്മ ഡെയിലി തന്നു വിടുന്നുണ്ട്. വൈകുന്നേരം വന്ന് അമ്മ ടിഫിൻ ബോക്സ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ കാണാനുമില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ അമ്മ ടിഫിൻ ബോക്സ് കഴിക്കും. പിറ്റേ ദിവസം വീണ്ടും അത് നിറയ്ക്കും. വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ അത് കാണുന്നുണ്ടാവില്ല. ഞാൻ കഴിച്ചു എന്ന് വിചാരിക്കും. സോ ഫുഡ് കഴിക്കാൻ ഞാൻ ഭയങ്കര മടിച്ചില്ല. അപ്പോൾ ചിലപ്പോൾ ബാക്കി കാണും. അപ്പോൾ എന്നെ ചീത്തപ്പടി എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കും. അവിടെ എനിക്ക് തോന്നുന്നു LKG UKG സമയത്ത് എന്നെ നോക്കാനും മീൻസ് നമ്മുടെ സ്കൂളിൽ ആയമാരുണ്ടാവുമല്ലോ, ചേച്ചിമാർ, അവരും ഒക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനത്തെ ഇത് റൊട്ടീൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലീവുള്ള ദിവസമാണോ തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ അമ്മ വൈകുന്നേരം സ്നാക്സ്, ലീവാണല്ലോ, അപ്പോൾ വൈകുന്നേരം സ്നാക്സിന് വേണ്ടിയിട്ട് അമ്മ ബദാമും പിസ്തയും കാഷ്യൂം ഒക്കെ ഇങ്ങനെ പ്ലേറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാഷ്യൂവിൻ്റെ പാക്കറ്റ് എത്തിയപ്പോൾ കാഷ്യൂ നട്ട് അമ്മ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അത്ര, അമ്മ കാഷ്യൂ നട്ട് എനിക്ക് തിന്നാൻ തരണ്ട, ഇത് വിഷമാണ്, കുട്ടിയല്ലേ, അപ്പം വിഷമാണ് പറഞ്ഞു. അമ്മ ഞെട്ടിപ്പോയി, വിഷമോ, കാഷ്യൂ നട്ടോ, ആരാ അതിൻ്റെ അടുത്ത് പറഞ്ഞ്?
പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല, അമ്മ പറഞ്ഞ കേട്ട അറിവേ ഉള്ളൂ. അപ്പോഴാണ് അത്ര ഞാൻ പറയുന്നത്. എനിക്ക് സ്ഥിരമായിട്ട് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ ഞാൻ UKG ആണെങ്കിൽ അപ്പോൾ 9th-ലും 10th-ലും പഠിച്ച ഏതോ ചേച്ചിമാർ ഒരു 5-6 എനിക്ക് ചെറിയൊരു വേഗം ഓർമ്മയുള്ളൂ, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു 3-4 ചേച്ചിമാർ വന്ന് എൻ്റെ ക്ലാസ്സിൽ വന്ന് നിന്നതും എൻ്റെ ടിഫിൻ ബോക്സിനുമ്പുറത്ത് വന്ന് നിന്നതും എനിക്ക് ആ ബെഞ്ചും ഒക്കെ ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റോ സെക്കൻഡ് ബെഞ്ചോ എന്തോ ആയിരുന്നു ഞാനപ്പോൾ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് ആരാണെന്നോ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അവർ സ്ഥിരമായിട്ട് വന്നിട്ട് എൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ടിഫിൻ ബോക്സും നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കാഷ്യൂ നട്ട് കൊണ്ടുവരണം കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വിഷമാണെന്നും പറഞ്ഞിട്ട് അവർ ഇത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മനസ്സിലായി? ഇത് എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. ഞാനിപ്പോഴാണ് വീട്ടിൽ പറയുന്നത്. കാരണം അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല. അമ്മ വിചാരിച്ചു ഞാൻ കഴിച്ചു എന്ന്. അമ്മ വൈകുന്നേരം ടിഫിൻ ബോക്സ് തുറന്ന് നോക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അമ്മ ടിഫിൻ ബോക്സ് കഴുകി വയ്ക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഇത് വീണ്ടും തരുന്നുണ്ട്. സോ ചേച്ചിമാരെന്താ ചെയ്യുന്നത്, വന്നിട്ട് എൻ്റെ നിന്ന് ടിഫിൻ ബോക്സൊക്കെ തുറന്ന്, കുട്ടിയല്ലേ ഞാൻ ചെറുതല്ലേ, അത് വലിയ ചേച്ചിമാരാണ്. ഞാൻ UKG പഠിക്കുമ്പോൾ അവർ 9th 10th പറയുമ്പോൾ വലിയ ചേച്ചിമാരാണ്. അപ്പോൾ അവർ ഇത് ടിഫിൻ ബോക്സ് തുറന്ന് കാഷ്യൂ നട്ട് കളയാട്ട മോളെ വേണ്ട എടുത്തോട്ട് പോവുകയാണ് അത്രേ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മ അറിയുന്നത് ഞാൻ എല്ലാം കാഷ്യൂ നട്ട് കഴിക്കുന്നത് വേറെ ആരോ ആണ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോഴാണ് അമ്മ അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാനിത് കുട്ടിയല്ലേ, അപ്പോൾ ഞാനിത് എങ്ങനെയൊക്കെയോ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് ചെയ്ത ശേഷം അമ്മ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, UKG-ത്തെ ക്ലാസ് ടീച്ചർ പാരിജാൻ ആണ് സ്കൂൾ ടീച്ചർ. LKG-ത്തെ സ്കൂൾ ടീച്ചർ ഇന്ദിര ടീച്ചറായിരുന്നു. UKG-ത്തെ പാരിജാൻ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആനി ടീച്ചറായിരുന്നു. സോ UKG-യിലത്തെ പാരിജാൻ ടീച്ചർ ആ കുറച്ച് വർഷങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു വർഷം എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടീച്ചർ അടുത്ത് അമ്മ പോയി വന്ന് സംസാരിച്ചു. അതിനുശേഷം പിന്നെ ആ ചേച്ചിമാരെ വിളിച്ച് വാൺ ചെയ്ത ശേഷമാണ് അത് നിന്നത്. സോ ഞാൻ ബിലീവ് ചെയ്തിരുന്നത് ആ കാഷ്യൂ നട്ട് വിഷമാണ് പറഞ്ഞിട്ട് ഞാൻ അമ്മടുത്ത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത്രേ. ഓക്കെ, സോ ഇങ്ങനെയൊരു കഥ നടന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്കിപ്പോഴും കാഷ്യൂ നട്ട് കാണുമ്പോൾ, അത് എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുട്ടിയുടെ ഓരോ കുറുമ്പുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് അമ്മ എൻ്റെ കസിൻസിൻ്റെ അടുത്തും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് ഞാൻ. സോ നിങ്ങളുമായിട്ടും അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. എൻ്റെ ചെറിയൊരു കാര്യം കേട്ടോ. ഞാൻ ഒരുപാട് പണികൾ ഒപ്പിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പെട്ടെന്ന് പോലെ സമയം കിട്ടുമ്പോൾ ഇതേപോലെ ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ട് വന്നിടാം. സോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി ചിറ്റ് ചാറ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈഫിലും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതേപോലെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. സോ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. ഇപ്പോഴും ഞാൻ കാഷ്യൂ നട്ട് ഇപ്പോഴും കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാഷ്യൂ നട്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു കാഷ്യൂ നട്ട് കാണുന്ന സമയത്ത് എനിക്ക് ഈ കഥ ഓർമ്മ വരുന്നുണ്ടോ. ആ ഒരു ചെറിയ ഞാൻ പറഞ്ഞില്ല, ഒരു വേഗ് മെമ്മറിയാണ്. ആ ചേച്ചിമാർ വരുന്നതും എൻ്റെ ടിഫിൻ ബോക്സ് ചോദിക്കുന്നതും ഒക്കെ എനിക്ക് ഒരു ചെറിയൊരു വേഗ് മെമ്മറി ഉണ്ട്. എടുത്തിട്ട് പോകണമെന്ന് എനിക്ക് ഓർമ്മയില്ല. എടുത്തിട്ട് പോയെന്നുള്ളതും എനിക്ക് അറിയില്ല. ഞാൻ കഴിച്ചു എന്നുള്ളതും എനിക്കറിയില്ല. ബട്ട് എൻ്റെ ടിഫിൻ ബോക്സ് ചോദിക്കുന്നതും വന്ന് കുറേ ചേച്ചിമാർ ഇതേപോലെ ഗ്രൂപ്പായിട്ട് വന്ന് ഇരിക്കുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സോ ഇതുപോലെയുള്ള കഥകൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമായിരിക്കും. ഇതേപോലെ ചെറുതിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.